നമസ്കാരം സർ. റാണയുടെ പുതിയ വെളിപ്പെടുത്തൽ എന്താണ്? കൂടെ ആരായിരുന്നു? ആ നടി ആര്? കൊച്ചിയിൽ എന്തിന് വന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ജനങ്ങൾക്ക് അതാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് റാണയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ? റാണയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനകത്ത് വെളിപ്പെടുത്തലുകൾ NIA ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ഇതിനകത്ത് വരുന്ന സൂചനകൾ നമുക്ക് പ്രേക്ഷകരോട് പറയാമെന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. കാരണം വളരെ വലിയ വലിപ്പത്തിലുള്ള ഒരു കാര്യമാണ്. അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അത്തരത്തിൽ വലിപ്പത്തിലാണ് ചെയ്യുന്നത്. കാരണം രഹസ്യ സ്വഭാവം ആഭ്യന്തര വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ആഭ്യന്തര സുരക്ഷയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാല് അപ്പം 12 അംഗ ടീമാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഡൽഹിയിൽ വെച്ചാണ് റാണയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ പ്രത്യേക രഹസ്യ NIA രഹസ്യ സ്ഥലത്ത് വെച്ചാണ്, പ്രത്യേക സെല്ലിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ഈ 12 അംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് NIA ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനകത്തെ വിവിധ ഏജൻസികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പട്ടാളത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെയുള്ളവരുണ്ട്. റോയുടെ ആൾക്കാരുണ്ടാവും, അതുപോലെ CBI ഉണ്ടാവും, അതുപോലെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 12 അംഗ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ, അതും പോലും അവരെ പോലും വ്യക്തത വരുത്തി വെളിയിൽ കൊടുത്തിട്ടില്ല NIA ചോദ്യം ചെയ്യുന്നതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന്. അപ്പൊ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്ത്യയിൽ മുംബൈയിൽ നടന്ന ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ ശ്രദ്ധ മൊത്തവും കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത്രയും വിശാലമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നടന്ന ഒരു സ്ഫോടനം, ഏതാണ്ട് ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു സ്ഫോടനം, ആ സ്ഫോടനത്തിനകത്ത് പങ്കെടുത്തവർ റാണയും അല്ലെങ്കിൽ ഹെഡ്ലിയും എന്നൊക്കെ പറയുന്ന ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയല്ല, ലോകത്തുടനീളം സ്ഫോടനം നടത്താനും ലോകത്തുടനീളം ഭീകരരായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള കൊടും ക്രിമിനലുകളാണവർ. അവർ അല്ലെങ്കിൽ ആ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തിന് എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. നമ്മൾ ഈ പറയുമ്പം ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ വഖഫ് നിയമ ഭേദഗതിക്കകത്ത് വന്ന സമരത്തിനകത്തും ഭീകരന്മാരുടെ പടം ഉയർത്തി പിടിക്കുമ്പോഴും ഇവിടുത്തെ പോലീസും സംവിധാനവും ജനവും ഒക്കെ മതേതര കേരളം എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് സൈലന്റ് ആക്കി അങ്ങ് പോവുക. അതായത് ഈ 2008 എത്ര കൊല്ലം മുമ്പാണ്, അന്നൊരു പക്ഷേ നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവത്തില്ല. ഇത്തരത്തിൽ ഭീകരന്മാർ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണോ കേരളം എന്ന്. അതാണ് ഇപ്പൊ എന്നെ ഏറ്റവും വലുതായിട്ട് പഠിക്കുന്നത്. എത്ര കാലം കൊണ്ട് കേരളത്തിൽ ഇതിനു വേണ്ടി ഭീകരന്മാർ അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ കാശ്മീർ കഴിഞ്ഞാൽ കേരളം ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ പൊട്ടിത്തെറി നടക്കുമ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന കേരളം ഇതിനു വേണ്ടി എല്ലാം കാര്യങ്ങൾ തയ്യാറാക്കുന്ന ഒരു ഇടമാണോ എന്നാണ് ഇപ്പൊ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള തെളിവുകളാണ് വരുന്നത്. താജ് ഹോട്ടലിൽ നവംബർ 6, 2008 നവംബർ എനിക്ക് തോന്നുന്നു 16, 17 തീയതികളിലാണെന്ന് തോന്നുന്നു. ഈ 16, 17 തീയതികളിൽ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. 16, 17 തീയതികളിൽ അയാൾ താമസിക്കുമ്പോൾ അയാൾ അവിടെ റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നു. അതായത് യുവാക്കളെ റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നു. ഇതിനു വേണ്ടി പരസ്യം കൊടുത്തിരിക്കുന്നു. 2008 അവിടെ ഉണ്ടായിരുന്ന ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ അന്ന് കേസ് അന്വേഷണ ഏജൻസികൾ എടുത്തിരുന്ന തെളിവുകൾ ഉൾപ്പെടെ പുറകോട്ട് ചികഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് NIA. ആ തെളിവുകൾ, അന്നെടുത്ത തെളിവുകൾ, അന്ന് ശേഖരിച്ച തെളിവുകൾ ഒക്കെ ചില ആൾക്കാരിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു. അതൊരു പക്ഷേ ഭരിച്ചിരുന്നവരാകാം, ഭരണ സ്വാധീനമുള്ളവരാകാം. അതുകൊണ്ട് തന്നെ ആ കേസ് ഇന്ത്യയിൽ പലരുടെയും അടുത്തോട്ട് ചെല്ലുമെന്ന് കണ്ട് ചവിട്ടിപ്പിടിച്ചു വെച്ചിരുന്ന ഒരവസ്ഥ ഇപ്പോൾ ആ പഴയ അന്വേഷണ റിപ്പോർട്ടും അല്ലെങ്കിൽ അന്നെടുത്ത തെളിവുകളും ഒക്കെ വീണ്ടും ചികഞ്ഞെടുക്കുകയും അന്ന് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ചികഞ്ഞെടുക്കുകയും അത്രയും കാലം പുറകോട്ടുള്ള CCTV അല്ലെങ്കിൽ ദൃശ്യങ്ങൾ വരെ കിട്ടുമോ എന്ന് പരിശോധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് അറസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വെളിയിൽ വിട്ടിട്ടില്ലെങ്കിലും അറസ്റ്റ് ചെയ്ത 2 പേരോളം വരുന്നുണ്ട്. അവരെ ഇയാളുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 16 പേരെ വ്യക്തത വന്നിട്ടുണ്ട്.
ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കൊച്ചിയിൽ വന്നപ്പോൾ ഒരുപക്ഷെ റിക്രൂട്ടിംഗ് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുത്ത രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 16ഓളം പേരെ NIA നോട്ട് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ അവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പുറം ലോകം പോലും അറിയുന്ന ഒരവസ്ഥ ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് ആഭ്യന്തര സുരക്ഷയും അല്ലെങ്കിൽ രഹസ്യവുമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന, അതുപോലെ ഇവിടെ മീര ആദ്യം ചോദിച്ചല്ലോ ഏതോ നടി ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഇത്തരത്തിൽ ഇയാളുടെ കൂടെ അല്ലെങ്കിൽ ഇയാൾക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടി ഇയാൾക്ക് കൊച്ചിയിൽ വന്ന് അവിടെ ഹോട്ടൽ റൂം എടുക്കാനും അവിടെ റിക്രൂട്ടിംഗ് നടത്താനും ആ റിക്രൂട്ടിങ്ങിന് വേണ്ടി പരസ്യം കൊടുക്കാനും അന്നത്തെ പരസ്യം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതായത് ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നുള്ള പരസ്യം കൊടുത്തിരിക്കുന്നു. റിക്രൂട്ട് ചെയ്യുന്നതിനും അതുപോലെ കോഴിക്കോട് ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു, കൊച്ചിയിൽ ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു, മലപ്പുറത്ത് ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസാണ്. ഇത് തന്നെ വ്യാജമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഹെഡ്ലിയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത് അയാളുടെ പാസ്പോർട്ട് വ്യാജമാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും കാര്യങ്ങൾ നടത്തുന്നതിന് അത് വ്യാജമായിട്ട് ഇത്രയും കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നു. അന്നേ ഇവിടുന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ വിചാരിക്കുകയും അപ്പൊ അതിന് ആൾക്കാർ വരികയൊക്കെ ചെയ്യുമ്പോൾ എത്ര കാലം മുമ്പ് ഈ പറയുന്ന കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനത്തിന് കഴിയുന്നവർ അല്ലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നവർ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിന് ബലം കിട്ടണമെങ്കിൽ ആ പ്രോത്സാഹിപ്പിക്കുന്നവർ അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇവരെ പിടികൂടുന്ന ഒരവസ്ഥ ഉണ്ടാവും. വേണ്ട രീതിയിൽ ആഭ്യന്തര സംവിധാനവും പോലീസും വളരെ കൃത്യമായിട്ട് പോയാൽ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2008 ബോംബെ ഭീകരാക്രമണ കേസിന് ശേഷം ഇവിടെ നിന്ന് ഹെഡ്ലി പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് റാണ പോയിട്ട് അവരെ വെളിയിൽ അറസ്റ്റ് ചെയ്യുകയും ഈ കേസ് ISI അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരസംഘടന ഓപ്പറേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് അന്നേ ബോധ്യം വരികയും അതിനകത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ലഷ്കർ തൊയ്ബയിലെ ആൾക്കാരെയാണ്, അവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാരെയാണ് നമ്മൾക്ക് ബോധ്യപ്പെടുകയും അതിനകത്ത് 10ഓളം പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും അവർ വന്ന് ബോംബെയിൽ ഇറങ്ങിയിട്ട് കൃത്യമായ സ്ഥലങ്ങളിൽ പോയി സ്ഫോടനം നടത്തിയതിന് ഇവിടെ ആൾക്കാരുണ്ടെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെ പിടിക്കുന്നതിന് തയ്യാറാവാതെ നിൽക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആരൊക്കെയോ ഒളിഞ്ഞിരുന്ന് അതൊന്നും വേണ്ട, അതിനൊരു വ്യക്തത വരുത്തണ്ട എന്ന് തീരുമാനിച്ചിടത്താണ് ആ വ്യക്തതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം അറിയുന്നതിന് വേണ്ടി റാണയെ ഇവിടെ കൊണ്ട് ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം 3 മണിക്കൂറാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. 3 മണിക്കൂർ ഓറലായിട്ട് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. അപ്പം 3 മണിക്കൂറെ ചോദ്യം ചെയ്തിട്ടുള്ളൂ എന്ന് സാധാരണക്കാരായിട്ട് നമ്മൾ ചോദിക്കും. കാരണം 14 ദിവസം വരെ ഉള്ളൂ. ആദ്യമേ കുറെ ചോദ്യങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചുമ്മാതങ്ങ് ചോദിക്കും, എല്ലാം നിഷേധിക്കും. ഇയാൾ ഇന്റർനാഷണൽ ക്രിമിനൽ ആണ്. നമ്മൾ പറയുന്ന കണക്കല്ല, സാധാരണ പോക്കറ്റിക്കാരനെ പിടിച്ചിട്ട് 4 ഇടി കൊടുത്തിട്ട് ചോദ്യം ചെയ്യുന്ന പോലൊന്നും പറ്റത്തില്ല. ഇയാൾ പട്ടാളത്തിൽ ജോലി ചെയ്ത ആളാണ്, വലിയ പോസ്റ്റ് പട്ടാളത്തിൽ ഇരുന്നാണ്, ഡോക്ടറാണ്, അതിനുശേഷം ലോക നിലവാരത്തിൽ നിന്ന് ഭീകരനാണ്, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഉണ്ട്. സാധാരണ നമ്മുടെ ഒരു പട്ടാളക്കാരനെക്കാട്ടി വലിയ വലിപ്പത്തിൽ മാനസികമായിട്ട് എല്ലാത്തിനും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ആളാ. നിസ്സാരമായിട്ട് ചോദ്യം ചെയ്താലൊന്നും ചോദ്യങ്ങളൊന്നും വെളിയിൽ വരത്തില്ല. അപ്പം അതേ രീതിയിൽ കരുതലോടൊപ്പം ചോദ്യം ചെയ്യുന്നതിൽ ഇയാൾ ഇന്നിപ്പോ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ശബ്ദ സാമ്പിൾ ഒന്നും എടുക്കാൻ അയാൾ പറഞ്ഞു ഒക്കത്തില്ലെന്ന്. അതുപോലെ വക്കീലിനെ വേണമെന്ന് പറഞ്ഞു എന്റെ വക്കീല് എന്റെ കാര്യം ഒന്നും വെളിയിൽ പറയുന്ന ആളായിരിക്കത്തില്ല, അയാൾക്ക് രഹസ്യ സ്വഭാവം ഉള്ള ആളായിരിക്കണം. എന്നെ വെച്ചിട്ട് പ്രശസ്തമാവാൻ നിൽക്കുന്ന വക്കീലിനെ എനിക്ക് വേണ്ടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനിയൻ ഇപ്പൊ മാധ്യമപ്രവർത്തനാണ്, ചേട്ടൻ വേറെ എന്തോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു വ്യക്തത വരുന്നില്ല, വ്യക്തത വരുത്തുന്നില്ല. കാരണം ഇനി അത് അമേരിക്കയിൽ നിന്ന് അവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശങ്ങൾ, അദ്ദേഹം റാണയും അല്ലെങ്കിൽ ഹെഡ്ലിയുമായിട്ട് നടന്ന ഇമെയിൽ സന്ദേശങ്ങൾ, ഇതൊക്കെ വെച്ചാണ് ചോദ്യം. അപ്പം അതിനകത്തൊക്കെ അവിടുന്ന് കൊണ്ടുവന്നത് വെച്ചിട്ട് ഇയാളുടെ കോടതിയെ സമീപിച്ച് ഇദ്ദേഹത്തിന്റെ ശബ്ദ സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി ബലമായിട്ട് കോടതിയുടെ ഓർഡർ മേടിക്കുന്നതിന് തയ്യാറാണ്. അപ്പം ഇത് വെച്ചിട്ട് അയാൾ അവിടെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ബോംബെ ഭീകരാക്രമണ കേസിൽ അയാൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഇയാളെ കേൾപ്പിച്ചിട്ട് ചോദ്യം ചെയ്യും. അപ്പൊ ചോദ്യം ചെയ്യുന്നതിനകത്ത് ഇയാൾ കോടതിയിൽ ചെന്നിട്ട് പിന്നെ പറയും ഞാനല്ല ഇത് പറഞ്ഞത്, എന്നെ കൊണ്ട് ബലമായിട്ട് പറയിച്ചതാണെന്ന് പറഞ്ഞ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ രേഖകളും ഈ രേഖകളും ഒക്കെ തെളിയിച്ചത്. അതായത് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന
പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈ കേസ് നമ്മൾ വിചാരിക്കുന്ന വഴിക്ക് നീങ്ങത്തില്ല, നമ്മൾക്ക് ആവശ്യം അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന കാര്യം നടക്കത്തില്ല. നമ്മൾക്കറിയേണ്ടത് നമ്മുടെ ഇതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് എത്ര വലിപ്പത്തിൽ ഇത് അന്ന് എത്ര വലിപ്പത്തിലാണ് ഇത് നടന്നത്, അതിന്റെ വേരുകൾ ഇപ്പോഴും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം നമ്മൾ ഈ പറഞ്ഞ വളരെ പുറകോട്ടാണെങ്കിൽ പോലും അതിന്റെ അലയൊലികൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇയാള് ഇവിടെ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ടോ, സ്ലീപ്പർ സെല്ലുകളായിട്ട് നിൽക്കുന്നുണ്ടോ, രാജ്യത്തിന് ഇപ്പോഴും ഭീഷണിയാണോ എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലേക്കുള്ള ചോദ്യം ചെയ്യലാണ് വരുന്നത്. ഏതായാലും വ്യക്തത വരുത്തി തന്നെ പോകും, അല്ലെങ്കിൽ വ്യക്തത വരുത്തി പോകുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ വിഷയങ്ങൾക്ക് വേണ്ടി കൊച്ചിയിൽ തന്നെ ഇത് കൂടാതെ 12 പേരെ കൂടാതെ വീണ്ടും 8 പേരെയും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു അന്വേഷണമാണ് റാണയുടെ ചോദ്യം ചെയ്യൽ കൂടി ഉദ്യോഗസ്ഥന്മാരും NIA ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. എത്ര നിസ്സഹകരണം നടത്തിയാലും അതിനെ അതിജീവിച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും സിസ്റ്റവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളും എന്ന് ലോകം അംഗീകരിക്കുന്ന ഏജൻസികൾ നമ്മൾക്കുണ്ട്. പറഞ്ഞില്ലെങ്കിൽ പറയിക്കത്തക്കോണമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള വേലകളും ഒക്കെ ഇന്ന് ലോകം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള ഏജൻസികൾ ഉണ്ട് എന്ന് രഹസ്യമായിട്ട് സമ്മതിക്കുന്ന ഇന്ത്യ തന്നെയാണ് ഇന്ത്യ. ഏതായാലും ഒരു കാര്യം മീരയെടുത്ത് നമുക്കും അല്ലെങ്കിൽ പ്രേക്ഷകരെടുത്തും പറയാം, എല്ലാ കാര്യങ്ങളും വ്യക്തത വരുത്തി കൃത്യത വരുത്തി ഈ പറയുന്ന മാധ്യമങ്ങളിൽ വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. സൂചനകൾ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത്തരത്തിൽ എല്ലാ കാര്യവും ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നതായതുകൊണ്ട് കൃത്യമായപ്പോൾ അറസ്റ്റ് പോലും ഇപ്പം 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്, ഇത്ര 16 പേരെ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനിയുള്ള അറസ്റ്റുകൾ പോലും വളരെ രഹസ്യമായിരിക്കും, അല്ലെങ്കിൽ അതൊന്നും വെളിയിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ഏതായാലും കേസ് അജിത് ഡോവലും അല്ലെ ആഭ്യന്തര വകുപ്പും പറയുന്നത് ഇതിനൊരു തീരുമാനം, അല്ലെങ്കിൽ ഈ ബോംബെ ഭീകരാക്രമണം ആരായിരുന്നു നടത്തിയത്, എന്തിനു വേണ്ടിയായിരുന്നു നടത്തിയത്, ഇന്ത്യയിൽ ആരാണ് ഇതിന്റെ ഭാഗമായിട്ട് നിന്നത്, അതിനൊരു വ്യക്തത ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.